ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ വീട് ജാൻസിസ് പാരഡൈസിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഒരു കാഴ്ച ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഇന്ന് ടിപ്സും കാര്യങ്ങളൊന്നുമില്ല. കാരണം ചെടികൾ അത്യാവശ്യം പൂക്കൾ കിട്ടുന്ന ഒരു സമയം, ബോഗൺവില്ല പോലെയുള്ള ചെടികളിലൊക്കെ നിറച്ച് പൂക്കൾ കിട്ടുന്നൊരു സമയമാണ്. ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസിലും പറയുന്ന പോലത്തുള്ള ടിപ്സുകളൊക്കെ എൻ്റെ ചാനൽ കാണുന്ന പലരും അത് ചെയ്തിട്ട് അതിന് ഫലം കിട്ടിയിട്ടുള്ളതും എന്നെ അറിയിച്ചിട്ടുള്ളതും അതുപോലെ ഇതേപോലെയുള്ള പൂന്തോട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രചോദനമായിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പൂന്തോട്ടം എന്ന് പറയുന്നത് ഒരു ഭാഗം ടണൽ ഏരിയ, മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഭാഗം ഞാൻ ഇതേപോലെയുള്ള ഇലച്ചെടികളും ഒരു പച്ചപ്പും, പിന്നെ നമ്മുടെ ബഫല്ലോ ഗ്രാസ് വെച്ചിട്ടുള്ള ബഫല്ലോ അല്ല കേട്ടോ, പേൾ ഗ്രാസ് വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ ഒരു ചെറിയൊരു കുളവും അമ്പൽക്കുളവും ഉണ്ട്. ഞാൻ ആദ്യം ഇതിനകത്ത് ഫിഷാണ് വളർത്തിയിരുന്നത്. ഫിഷ് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതുകൊണ്ട് ഞാൻ നമ്മുടെ അമ്പലമാണ് ഇപ്പോൾ നമ്മുടെ ഈ കുളത്തിൽ ഇട്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചകളെന്ന് പറയുന്നത് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെയുള്ള ബോഗൺവില്ല പോലെയുള്ള ചെടികളും അതുപോലെ ചില തണൽ ഇഷ്ടപ്പെടുന്ന ചെടികൾ വെക്കേണ്ട ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇലച്ചെടികളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് 2019 തുടങ്ങി എൻ്റെ ഗാർഡൻ കാണുന്ന എൻ്റെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ട്. ഈ ഒരു ഇതിൽ സബ്സ്ക്രൈബ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ട്. ഒത്തിരി പേര് പറയും പണ്ടത്തെ പൂന്തോട്ടമാണ് ഏറ്റവും ഭംഗിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കെപ്പോഴും ഒരു സൗകര്യങ്ങൾ കുറവ് വരുമ്പോൾ നമുക്ക് ഒരു മാറ്റമൊക്കെ വേണമല്ലോ. മാത്രവുമല്ല, ഈ സമയമില്ലാത്തൊരു ആളായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ കളപ്പുല്ല് പറിക്കാനും നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഇതേപോലെയുള്ള സ്റ്റോണിൻ്റെ ടൈലുകളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ ചെടികൾക്ക് കൊടുക്കുന്ന വളമൊക്കെ ചട്ടിയിലൂടെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ആ ഭാഗത്തൊക്കെ കളപ്പുല്ലുകളും അല്ലാതെ നമുക്ക് എന്താ പറയുക, എപ്പോഴും പുല്ല് പറിക്കേണ്ട ഒരു അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ വീട് ചെടികളൊക്കെ നല്ല നീറ്റായിട്ട് വെക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പേൾ ഗ്രാസ് വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പച്ചപ്പ് കാണാനും പൂക്കൾ കാണാനും പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എപ്പോഴും പഴയ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴികളുടെ സൈഡിലൊക്കെ ഞാൻ ചട്ടികൾ കൊണ്ടുവന്ന് വെച്ച് അവിടെ നിറച്ച് പൂവാകുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ അവിടെ നമ്മളിപ്പോൾ സ്റ്റോണും പുല്ലൊക്കെ പിടിപ്പിച്ചു. നമ്മൾ ഇതേപോലെയുള്ള ഒരു അരയന്നത്തിനൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ചട്ടികളിൽ ഒത്തിരി ചെടികൾ വെക്കാനുള്ള സ്പേസ് കിട്ടി. അപ്പോൾ അത് പല ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് കുറേ ഏരിയ ഉണ്ട്. പണ്ടത്തെ പൂന്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കുറച്ച് നമുക്കുണ്ടായിരുന്നുള്ളൂ. ഉള്ളിടത്ത് എല്ലാം ഈ ചട്ടികളും പൂക്കളും കാണുന്നതുകൊണ്ട് അത് പ്രത്യേക ഭംഗിയുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ അത് പറയാനല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ പൂക്കളൊന്ന് കാണിച്ചതാണ്, ഒരു ഐഡിയ പറഞ്ഞതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ചാനൽ കാണുന്നവർക്ക് ഇപ്പോൾ വീടുകളിലൊക്കെ നിറച്ച് പൂക്കളായിരിക്കും. അങ്ങനെ പൂക്കളുണ്ട്. നമുക്ക് നമ്മുടെ ചാനലിലൂടെ ജാൻസിസ് പാരഡൈസിലൂടെ ഇതൊന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോസ് എനിക്ക് അയച്ചു തന്നാൽ നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ കാഴ്ച എനിക്ക് തോന്നുന്നു ഓരോ മുക്കും മൂലയും എല്ലാവർക്കും പരിചിതമാണ്. അപ്പോൾ പൂക്കൾ മാത്രം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. മാത്രവുമല്ല, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ വീട് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിൻ്റെ മുമ്പിൽ ഇതേപോലെ പോസിറ്റീവ് എനർജി കിട്ടുന്ന പൂക്കളും ചെടികളും ഇലച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് എല്ലാവർക്കും കഴിയണം കേട്ടോ. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങൾ ചെയ്യുന്നുണ്ടാകും, നമുക്ക് ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് പലർക്കും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ അടുക്കളയിൽ കുറച്ച് പഴയ ബക്കറ്റുകളൊക്കെ കൊണ്ടു വെച്ചിട്ട് നമ്മൾ പാത്രം കഴുകുന്ന വെള്ളം ശേഖരിച്ച് നമുക്ക് വിൽക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പാത്രം കഴുകുന്ന സോപ്പ് ഓയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കുറച്ചുണ്ടായിരുന്നിടത്ത് ചെടികൾക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചോളൂ, ഹാർഡാവാണ്ടിരുന്നാൽ മതി. പിന്നെ മാത്രമല്ല, ഇപ്പോൾ പാമ്പുകളുടെ ശല്യമൊക്കെ കൂടി വരുന്ന ഓരോ സംഭവങ്ങളൊക്കെ കേട്ട് നമ്മൾ ഭയന്നിരിക്കുകയാണ്. അതുകൊണ്ട് പരിസരം വൃത്തിയായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം.